ഹായ് ഓൾ. ഇന്ന് കുബ്ല ഖാൻ റിട്ടൺ ബൈ സാമുവൽ ടൈലർ കോൾറിഡ്ജിനോടൊപ്പം തന്നെ സോക്രട്ടീസിന്റെ ഐഡിയ ഓഫ് പോയറ്റ് എന്താണെന്ന് കൂടി നമ്മൾ ഇന്ന് നോക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. സാമുവൽ ടൈലർ കോൾറിഡ്ജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹം വില്യം വേർഡ്സ്വർത്തിന്റെ കൂടെ ചേർന്ന് ലിറിക്കൽ ബാലഡ്സ് 1798 പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിന്റെ മോസ്റ്റ് നോട്ട് വർത്തി ആയിട്ടുള്ള പോംസ് എന്ന് പറയുന്നത് കുബ്ല ഖാൻ ഉണ്ട്, ക്രിസ്റ്റബൽ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലിറ്റററി ഓട്ടോബയോഗ്രഫി എന്നറിയപ്പെടുന്നത് ബയോഗ്രഫിയ ലിറ്ററിയ, അത് 1815 അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കുബ്ല ഖാൻ എന്ന് പറയുന്നത് ദ ഏൻഷ്യന്റ് മാരിനർ എന്നുള്ള പോയത്തിന്റെ കൂടെ പബ്ലിഷ് ചെയ്തതാണ്. ഓക്കെ, അപ്പം കുബ്ല ഖാൻ എന്ന് പറഞ്ഞ ഈ ഒരു പോം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു ഡ്രീമി ഫേസിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് ഓപ്പിയം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോയറ്റിക്കലി ഇൻസ്പയർഡ് ആവുകയും അദ്ദേഹം ഒരു ഡ്രീം കണ്ടിട്ട് അതുപോലെ എഴുതുന്നത് പോലെയാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഒരു ഡ്രീം ലൈക്ക് ഒറിജിനാണ് ഈ ഒരു പോയത്തിന് ഉള്ളത്. അതിന്റെ ഒരു കോമ്പോസിഷന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഡ്രീമിയാണ്. ഓക്കെ, അപ്പം അത് ഓപ്പിയം കഴിച്ചിട്ട്, അതായത് മയക്കുമരുന്ന് കഴിച്ചിട്ട് അദ്ദേഹം എഴുതിയ ഒരു പോമാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ സമയം ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ ഈ ഒരു പോയത്തിനകത്ത് ഒരു ഡ്രീമി അല്ലെങ്കിൽ ഒരു മാജിക്കൽ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ഫാന്റസി പ്ലേസ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ഫാന്റസി പോയം വായിക്കുന്ന കണക്ക് തോന്നും. സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് ഇദ്ദേഹം ഇത് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹം ആ ഡ്രീം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആരോ ഒരാൾ വന്ന് ഇന്ററപ്റ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഫുള്ള് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു പോയം എഴുതാനുള്ള അദ്ദേഹത്തിന്റെ ഡിവൈൻ ഇൻസ്പിറേഷനെ കുറിച്ചും പൊയറ്റിക്കൽ ഇൻസ്പിറേഷനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു പോകുന്നത് സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത്. അപ്പം ഇദ്ദേഹം ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ദ റോഡ് ടു സാനഡു എന്നും പറഞ്ഞ്, XANADU. അപ്പോൾ ആ സാനഡു എന്നുള്ള ആ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, അതായത് അത് ജോൺ LOWES ലോസിന്റെ ബുക്കാണ് ദ റോഡ് ടു സാനഡു. അപ്പോൾ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കുബ്ല ഖാന്റെ ഒരു മംഗോൾ ഡൈനാസ്റ്റിയെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ബുക്കിനകത്ത് പറഞ്ഞു പോയത്. അപ്പം കുബ്ല ഖാന്റെ ആ ഒരു കഥ സ്റ്റോറിയൊക്കെ ഇദ്ദേഹം വായിക്കുകയും അതുമായിട്ട് കണക്ട് ചെയ്ത് ഇദ്ദേഹം ഒരു പോം എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ കുബ്ല ഖാൻ എന്ന് പറയുന്ന നമ്മുടെ ടൈറ്റിൽ ഉണ്ടല്ലോ, അദ്ദേഹം മംഗോൾ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം കുബ്ല ഖാന് ഒരു പാലസ് ഉണ്ടാക്കി, അദ്ദേഹം ഒരു പാലസ് കൺസ്ട്രക്ട് ചെയ്തു. ആ പാലസ് എവിടെ വെച്ചിട്ടാണ്, സാനഡു എന്നാണ് ആ ഒരു പാലസിന്റെ പേരെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, കുബ്ല ഖാന്റെ പാലസ്, സമ്മർ പാലസിന്റെ പേരാണ് സാനഡു. അപ്പോൾ പോയം ഒരു 3 സെക്ഷൻസ് ആയിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് സെക്ഷനകത്ത് നമുക്ക് നോക്കാം. ഈ ഒരു ലൈൻസ് എന്ന് പറയുമ്പം പിന്നെ കുബ്ല ഖാൻ ഒരു പാലസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കമാൻഡ് ചെയ്തു. അതൊരു വലിയൊരു സ്റ്റേറ്റ്ലി അല്ലെങ്കിൽ വളരെ ഒരു ഹ്യൂജ് പാലസ് ആയിരുന്നു. വലിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു അതിന്, ആ ഒരു പാലസിന്. 10 മൈൽസ് ഓഫ് ഫെർട്ടൈൽ ഗ്രൗണ്ട് ആയിരുന്നു ആ പാലസിനുണ്ടായിരുന്നത്. വലിയ ഹ്യൂജ് വാൾ ഉണ്ടായിരുന്നു, അതായത് നല്ല രീതിയിൽ വലിയ മതിലുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇതിന്റെ ആ ഒരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ചാണ് പിന്നീട് അദ്ദേഹം സംസാരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പം ആ പാലസിന് ഒരു സേക്രഡ് റിവർ ഉണ്ടായിരുന്നു. പാലസിന് ചുറ്റിനും ഒരു സേക്രഡ് റിവർ ഒഴുകിക്കൊണ്ടിരുന്നു. ആ റിവറിന്റെ പേര് ആൽഫ് എന്നാണെന്ന്. ഈ റിവർ എന്ന് പറയുന്നത് വലിയ വലിയ കേവ്സിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. എന്നിട്ടത് പിന്നെ ഓഷ്യനിലോട്ടാണ് ലാസ്റ്റ് പോയി എത്തിച്ചേർന്നത്. ആ കേവ്സ് എന്ന് പറയുന്നത് വളരെ ഡാർക്ക് ആൻഡ് ഡീപ്പാണ്. ഹ്യൂമൻ ബീയിങ്സിന് പോലും മെഷർ ചെയ്യാൻ പറ്റാത്തത്ര ഡാർക്കും ഡീപ്പും ആണ് ആ കേവ്സ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു സീക്രട്ട് റിവർ ഈ ഒരു പിന്നെ കേവ്സിലൂടെ ഒഴുകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള നേച്ചറാണ് പോയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം അതായത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലഷർ ഡോം അല്ലെങ്കിൽ പാലസ് ആണ് സാനഡു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ അടുത്തൂടെ ഒരു സേക്രഡ് റിവർ ഒഴുകുന്നുണ്ട്. ആ സേക്രഡ് റിവർ എന്ന് പറയുന്നത് തന്നെ ഒരു ഡിവൈൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെവൻലി ഇതായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പോയിറ്റ്. ഓക്കെ, അപ്പം കുബ്ല ഖാൻ തന്നെ ഇവിടെ ഒരു പവർഫുൾ കിങ് ആണ് അല്ലെങ്കിൽ ഒരു പവർഫുൾ ലോർഡാണ് എന്ന് ഇൻഡയറക്ട്ലി ഇവിടെ പറഞ്ഞു പോവുകയാണ്. സേക്രഡ് റിവർ ആയിട്ടുള്ള ആൽഫ് വളരെ ഡീപ്പായിട്ടുള്ള കേവ്സിലൂടെയാണ് ഒഴുകുന്നതെന്ന് പറയുന്നു. അതൊരു സൺലെസ് സീയിലാണ് എത്തുന്നത്, അതായത് സൂര്യൻ പോലും ഉദിക്കാത്ത ഒരു ഓഷ്യനിലാണ്, അത്രയും വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഓഷ്യനിലാണ് ഇത് ഈ സേക്രഡ് റിവർ ആൽഫിന്റെ വെള്ളം ഒഴുകി എത്തുന്നതെന്നും കൂടി പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു എലിമെന്റ് ഓഫ് മിസ്റ്ററിയാണ് ഇവിടെ ആര് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്, നമ്മുടെ പോയിറ്റ്. അതായത് നാച്ചുറൽ പിക്ചറും കാണിക്കുന്നുണ്ട്, അതായത് ഗാർഡൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു ഹില്ലി ലാൻഡ്സ്കേപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഫോറസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ട്രീസ് എന്ന് പറയുന്നത്
പറയുന്നത് ട്രീസിനകത്തുനിന്ന് ഈ നല്ല ഫ്രേഗ്രൻ്റ് ആയിട്ടുള്ള നല്ല പൂക്കൾ പിടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ് ആ ഒരു ഗ്രീനറി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പാലസ് നിൽക്കുന്ന ആ ഗാർഡൻ എന്ന് പറയുന്നത് നല്ല സൺഫിൽഡ് ഗ്രീനറി എന്നാണ് പറയുന്നത്. അതായത് സൂര്യപ്രകാശം നല്ലപോലെ അടിച്ച് വളരെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു പ്ലേസ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു റിയലും ഉണ്ട്, അൺറിയലും ഇവിടെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഡ്രീമിൽ എന്ന പോലെ. ദെൻ ലൈൻസ് 12 to 36, അതായത് ആ സെക്കൻഡ് സെക്ഷനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു വയലൻസ് അല്ലെങ്കിൽ എന്തോ ഒരു കൈൻഡ് ഓഫ് കൺട്രോളബിൾ എനർജിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഡെത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തോ ഒരു കൈൻഡ് ഓഫ് മാജിക്കൽ സംതിങ്, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു മാജിക്കിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ആ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സാനഡോ എന്നുള്ള പാലസ് നിൽക്കുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പിന് എന്തോ ഒരു വല്ലാത്ത ക്യാപ്ചറിങ് പവർ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ ആ ലാൻഡ്സ്കേപ്പിൽ വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു ക്രിവൈസ് അല്ലെങ്കിൽ കാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. CHASM. അതായത് കാസം എന്ന് പറയുന്നത് ഒരു വലിയ ഡീപ്പായിട്ടുള്ളൊരു കുഴി അല്ലെങ്കിൽ ഒരു വിള്ളലുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു വിള്ളലെന്ന് പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്നതും അതായത് വളരെ ഫിയർസം ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്താണ്, അല്ലെങ്കിൽ അതിന് ചുറ്റിനും വുഡാണ് കവർ ചെയ്ത് നിൽക്കുന്നത്, അതായത് ട്രീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡീപ്പായിട്ടുള്ള ഈ ഒരു വിള്ളലെന്ന് പറയുന്നത് ആ പ്ലേസിനെ ഹോളിയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ മാജിക്കലാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് ഇതിനെ അത് മാറ്റുന്നു. ആ ഒരു റൊമാൻറ്റിക് റീജിയണിൽ രാത്രിയിൽ ഒരു സ്ത്രീ വന്ന് പിന്നെന്താണ് ചന്ദ്രനെ നോക്കി അവളുടെ ഡീമൺ ലവറിന് വേണ്ടി കരയുകയാണെന്നും പറയുന്നുണ്ട് നമ്മുടെ പോയിറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു ഡീപ്പായിട്ടുള്ള ക്രിവൈസിൽ നിന്ന് അല്ലെങ്കിൽ ക്രാക്കിൽ നിന്ന് ഒരു മൈറ്റി അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഫൗണ്ടനും ഒഴുകുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഹ്യൂജ് ഫൗണ്ടൻ നല്ല ഹ്യൂജ് റോക്സിൻ്റെ പുറത്തൂടെയാണ് അല്ലെങ്കിൽ പുറത്തോട്ടാണ് ഒഴുകി വീഴുന്നത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടൻ എന്ന് പറയുന്നത് വളരെ ഫോമിയാണ്, അതായത് വളരെ ശക്തമായിട്ട് ശക്തമായ ഒരു വെള്ളച്ചാട്ടമായതുകൊണ്ട് നല്ല രീതിയിൽ പത വരുന്നുണ്ട് അവിടുന്ന്. വളരെ വയലൻ്റ് ആയിട്ടാണ് അതിനകത്തുനിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. അതായത് എർത്തിൻ്റെ പുറത്ത് ഈ ഒരു വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എർത്ത് ശ്വാസം ഇങ്ങനെ കിതയ്ക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് ഈ വെള്ളം വന്ന് വീഴുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എർത്ത് കിതയ്ക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതായത് പാൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഹൈ ആയിട്ട് ബ്രീത് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വെള്ളം വീഴുന്നതിനോടൊപ്പം തന്നെ റോക്സ് ഇങ്ങനെ എറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് റോക്സ് തെറിച്ച് വീഴുകയാണ് ചെയ്യുന്നത്. അത് ഒരു വലിയ മഞ്ഞുകട്ട പോലെ റോക്സ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ഫൗണ്ടൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സേക്രഡ് റിവർ ആയിട്ടുള്ള ആൽഫിലെ വെള്ളം തന്നെയാണ് ഈ ഫൗണ്ടൻ എന്ന് പറയുന്നത്. അതിങ്ങനെ അണ്ടർഗ്രൗണ്ടിലോട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദെൻ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് 5 miles ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഫോറസ്റ്റിലൂടെയൊക്കെ ഗാർഡനിലൂടെയൊക്കെ. ഈ ഒരു ഡീപ്പ് ക്രിവൈസിൽ നിന്ന് അല്ലെങ്കിൽ ക്രാക്കിൽ നിന്ന് വരുന്ന വെള്ളം 5 മൈല് വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ്, വാണ്ടർ പോവുകയാണ്. വാണ്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വളഞ്ഞ് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സിഗ്സാഗ് വേയിൽ. ഓക്കെ, ആൻഡ് ദെൻ ആ ഒരു കാര്യം എന്ന് പറയുന്നത് എഗെയിൻ എന്താണ്, ഈ ഒരു ഡീപ്പ് ക്രാക്കും അതുപോലെ തന്നെ ഈ ഫൗണ്ടൻ വന്ന് വീഴുന്നതും അതിൻ്റെ ആ ഒരു പതയും എർത്ത് കിതയ്ക്കുന്ന പോലെ തോന്നുന്നു പറയുന്നതും ഒക്കെ എന്താണ്, ഒരു മിസ്റ്ററി തന്നെയാണ് അല്ലേ. ആൻഡ് ദെൻ ഈ ഒരു കൺഫ്യൂഷൻ്റെ ഇടയ്ക്ക്, അതായത് ഇത്രയും ബഹളത്തിൻ്റെ ഇടയ്ക്ക് കുബ്ലാ ഖാൻ വോറിൻ്റെ ഒരു പ്രൊഫസി, അതായത് ഒരു അശരീരി കേൾക്കുകയാണ്. അതായത് വോർ നടക്കാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ ആൻസെസ്റ്റേഴ്സിൻ്റെ വോയിസ് കേൾക്കുകയാണ് ഈ ഒരു ബഹളത്തിൻ്റെ ഇടയ്ക്ക്. അതായത് ഈ വെള്ളം വീഴുന്ന സൗണ്ട് ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ആ ഒരു മിസ്റ്ററിയുടെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ കുബ്ലാ ഖാൻ കേൾക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആൻസെസ്റ്റേഴ്സ് പറയുന്നത് പോലെ, ഒരു അശരീരി പോലെ പറയുവാണ് ഇതുപോലെ വോർ നടക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഈ ഒരു കാംനെസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന കാംനെസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഇമേജ് ഒക്കെ ഇപ്പോൾ പെട്ടെന്ന് ത്രെറ്റൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ 31 to 36 എന്ന് പറയുന്നത് ഈ ഒരു മൂടെന്ന് പറയുന്നത് നമ്മൾ എന്താണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണ് വോറിന്റെ പ്രൊഫസി കേട്ടത്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ ഈ ലൈൻസ് അല്ലെങ്കിൽ ഈ ഒരു പോയത്തിന്റെ ഫസ്റ്റ് സെക്ഷൻ സെക്കൻഡ് സെക്ഷനൊക്കെ വായിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു കണക്ഷൻ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇറ്റ് വാസ് റിട്ടൺ ഇൻ എ ഡ്രീം എന്നാണ്, അല്ലെങ്കിൽ ഓപ്പിയം കഴിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതായതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു കണക്ഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ ആദ്യമേ ഇതുപോലെ പാലസിന്റെ കാര്യം പറഞ്ഞു, ഗാർഡന്റെ കാര്യം പറഞ്ഞു, പെട്ടെന്നാണ് ഒരു സ്ത്രീ വന്ന് ചന്ദ്രനെ നോക്കി കരയുന്ന കാര്യം പറഞ്ഞത്, പിന്നെ
പെട്ടെന്നൊരു ഡീപ്പ് ക്രിവൈസിന്റെ കാര്യം പറഞ്ഞു അല്ലേ, ക്രാക്കിന്റെ കാര്യം പറഞ്ഞു, അതിനകത്തൊരു ഫൗണ്ടൻ വരുന്നെന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ പെട്ടെന്നാണ് ഇതിന്റെ മൂഡ് മാറി മാറി വരുന്നത്. വീണ്ടും നമ്മളെ എന്താണ് പ്ലഷർ ഡോമിന്റെ കാര്യത്തിലോട്ടാണ് വീണ്ടും നമ്മുടെ പോയിട്ട് കൊണ്ടുവരുന്നത്. അതായത് ഈ പ്ലഷർ ഡോമിന്റെ ഷാഡോ എന്ന് പറയുന്നത് ഈ സേക്രഡ് റിവർ ആയിട്ടുള്ള ആൽഫിലിന്റെ പുറത്ത് റിഫ്ലക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അതായത് അത്രയ്ക്ക് വലിയ ഹ്യൂജ് ആയിട്ടുള്ള പാലസ് ആണെന്ന്. ആ സമയത്ത് ഒരു മ്യൂസിക് കേൾക്കുകയാണ് നമ്മുടെ കേവിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ വെള്ളം ഒഴുകുന്ന ഫൗണ്ടനിൽ നിന്ന് എന്തോ ഒരു മ്യൂസിക് കേൾക്കുവാണ്. ആ ഒരു മ്യൂസിക്കിനെ കുറിച്ചാണ് വീണ്ടും പറയാൻ പോകുന്നത്. അതായത് ലാസ്റ്റ് ആ മ്യൂസിക് എന്ന് പറയുന്നത് ഏതോ ഒരു പിന്നെ ഡാംസെൽ പാടുന്ന കണക്കാണ് തോന്നുന്നത്. ഒരു ഡാംസെൽ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡാംസെൽ വിത്ത് എ ഡൾസിമർ ഈ ഒരു മ്യൂസിക് പാടുകയാണെന്നാണ് പറയുന്നത്. ഒരു ഡൾസിമർ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ഈ ബഹളത്തിന്റെ ഇടയ്ക്കും കൂടി ഒരു മ്യൂസിക് ഇങ്ങനെ കേൾക്കുകയാണ്, എന്തോ ഒരു കൈൻഡ് ഓഫ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മ്യൂസിക്. അതൊരു അബീസീനിയൻ മെയ്ഡാണ്. അതായത് ഒരു പെൺകുട്ടി ഇങ്ങനെ, ഒരു കൊച്ചു പെൺകുട്ടി ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുവാണ്. അത് എന്തിനെ കുറിച്ചാണ് പാടുന്നത്? അബോറ എന്നുള്ള മൗണ്ടനെ കുറിച്ചാണിത് പാടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പാട്ടും സിംഫണിയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഇങ്ങനെ വളരെ ഡിലൈറ്റ്, അതായത് വളരെ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മ്യൂസിക് ഇങ്ങനെ ലൗഡായി ലോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് വീണ്ടും നമ്മുടെ പോയിട്ട് നമ്മളെ ആ ഒരു പ്ലഷർ ഡോമായ സാനഡോയിലോട്ട് പറഞ്ഞു പോവുകയാണ്. അതായത് വീണ്ടും സാനഡോ ആ പ്ലഷർ പാലസിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതായത് ആ പാലസിന്റെ കേവ്, ആ വാൾ എന്ന് പറയുന്നത് ഐസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ദെൻ വീണ്ടും നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലോട്ട് വരുവാണ്. അപ്പോൾ ലാസ്റ്റ് സെക്ഷനിലോട്ട് വരുമ്പോൾ നമ്മൾ റിയാലിറ്റിയിലൂടെ, അതായത് അദ്ദേഹത്തിനെ ആരോ വിളിച്ചുണർത്തി പോയം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ആരോ വിളിച്ചുണർത്തി. അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു റിയാലിറ്റിയിലോട്ട് നമ്മൾ വരുവാണ്. ഒരു സഡൻ ഷിഫ്റ്റ് വരുവാണ്. നമ്മൾ പിന്നെ കുബ്ലാ ഖാനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലഷർ പാലസിനെ കുറിച്ചല്ല വീണ്ടും നമ്മുടെ പോയിട്ട് സംസാരിക്കുന്നത്. അതൊരു ഡ്രീം വിത്തിൻ എ ഡ്രീം എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ ഒരു പോയത്തിനെ തന്നെ. അതായത് ഒരു അബീസീനിയൻ മെയ്ഡ് ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ഡൾസിമർ വെച്ച് പാടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. മൗണ്ട് എബോറ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു, നമ്മുടെ മൗണ്ട് കൈലാസ് എന്നൊക്കെ പറയത്തില്ലേ, കൈലാസത്തിലാണ് ദൈവങ്ങളൊക്കെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ മൗണ്ട് എബോറ എന്ന് പറയുന്നത് അവരുടെ ഒരു പാരഡൈസ് ആണ്. ഓക്കെ, അപ്പോൾ ആ അബീസീനിയൻ മെയ്ഡ്, അതായത് ആ കൊച്ചു പെൺകുട്ടി, അബീസീനിയൻ മെയ്ഡ് എന്ന് വെച്ചാൽ അബീസീനിയനിലെ പെൺകുട്ടി ഈ ഒരു ഹെവൻലി ലാൻഡ്സ്കേപ്പിനെ കുറിച്ച്, നമ്മുടെ പ്ലഷർ പാലസിനെ കുറിച്ചും ഒക്കെ പാടുകയാണ്, മൗണ്ട് എബോറയെ കുറിച്ചൊക്കെ പാടുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പാട്ടെന്ന് പറയുന്നത്, ഈ ഒരു സിംഫണി അല്ലെങ്കിൽ ഈ ഒരു സോങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിച്ചു. അതായത് വളരെയധികം ചേഞ്ച് അല്ലെങ്കിൽ വളരെയധികം ഹാപ്പിനെസ് കൊണ്ടുവരുവാണ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദെൻ കുബ്ലാ ഖാൻ എന്താണൊരു അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം വരുവാണ് അല്ലേ. പെട്ടെന്നൊരു പെൺകുട്ടി വന്ന് പാടുന്നു, അത് മൗണ്ട് എബോറയെ കുറിച്ചാണ് പാടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ആ സമയത്ത് നമ്മുടെ പോയറ്റിന് ഒരു കൈൻഡ് ഓഫ് എന്തോ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻസ് ഹാപ്പൻ ചെയ്ത പോലെ ആയിപ്പോയത്, എന്തോ ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടിയതുപോലെ നമ്മുടെ പോയറ്റിൻ്റെ കണ്ണെന്ന്, അതായത് നമ്മുടെ പോയറ്റ് എന്ന് പറയുന്നത് കണ്ണ് വളരെയധികം ഫ്ലാഷി ആയിട്ട് അല്ലെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ഹെയർ എന്ന് പറയുന്ന ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി, അതായത് ഇങ്ങനെ എയറിൽ നിൽക്കാൻ തുടങ്ങി. ആൻഡ് എന്തോ ഒരു കൈൻഡ് ഓഫ് മിസ്റ്റീരിയസ് എനർജി അദ്ദേഹത്തിന് വന്നതുപോലെ, അദ്ദേഹത്തിന് ചുറ്റിനും ആളുകൾ ഒരു മാജിക്കൽ സർക്കിളിൽ റൗണ്ട് ചെയ്യുവാണ്. എന്തോ ഒരു മാജിക്കൽ സ്പെല്ലിനകത്തായതുപോലെ ആളുകൾ ഇയാൾക്ക് ചുറ്റിനും ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോയറ്റിന് ചുറ്റിനും. പോയറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വല്ലാത്ത ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു നിങ്ങളിങ്ങനെ കണ്ടിട്ടില്ലേ ഈ ബാധയൊക്കെ കയറി ഇങ്ങനെ നമ്മൾ എയറിൽ നിൽക്കുന്ന പോലെ, അതുപോലാണ് നമ്മുടെ പോയറ്റ് നിൽക്കുന്നത്. അതായത് മുടിയൊക്കെ പറന്ന് പൊങ്ങി മുകളിലോട്ട് നമ്മുടെ പോയറ്റിൻ്റെ കണ്ണൊക്കെ വളരെ ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതായത് ആ ഒരു സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മുടെ പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പോയറ്റിന് ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടി. അപ്പോൾ അതായത് നല്ലൊരു പോയം എഴുതാനുള്ളൊരു ഇൻസ്പിറേഷൻ പോയറ്റിന് കിട്ടി. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? അത് ഹണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ മിൽക്ക് ഓഫ് പാരഡൈസ് എന്നാണ് പോയറ്റ് വിളിക്കുന്നത്. അതായത് എന്തോ ഒരു മിൽക്ക് ഓഫ് പാരഡൈസ് എനിക്ക് കിട്ടി, അതായത് ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടി, പോയം എഴുതാനുള്ള ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടി. അത് ആ മിൽക്ക് ഓഫ് പാരഡൈസ് ഞാൻ കുടിച്ചിട്ട് നിൽക്കുകയാണ്. അതായത് എനിക്ക് നല്ലൊരു പോയം ഇനി എഴുതാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുവാണ്. അപ്പോൾ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു കാലിഡോസ്കോപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് വിഷൻസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡ്രീം ലൈക്ക് ആയിട്ടുള്ളൊരു പോയമാണിത്. അതിൻ്റെ പോയറ്റിക് ഇൻസ്പിറേഷനാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇത് ഇത്രയാണ് പോയം എന്ന് പറയുന്നത്. നമുക്കിതിനകത്ത് സോക്രട്ടീസിൻ്റെ തിയറി കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിത് പഠിക്കേണ്ടത്. അപ്പം ഈ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോയത്തിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈൻ ഇൻസ്പിറേഷനാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. പിന്നെ
ഈ ഒരു പോയം ഫ്രാഗ്മെന്റഡ് ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. ഫ്രാഗ്മെന്റഡ് എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓപ്പിയം കഴിച്ചിട്ട് ഇരുന്ന് എഴുതിയ ഒരു ഡ്രീം ലൈക്ക് പോയമാണിത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന മെയിൻ ഐഡിയാസ് എല്ലാം ഞാൻ ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു. റിവർ ആൽഫിനെ കുറിച്ച് പറയുക, അതുപോലെ തന്നെ ഈ ഒരു പ്ലഷർ പാലസ് നിൽക്കുന്ന ഗ്രൗണ്ടിനെ കുറിച്ച് പറയുക. അതായത് ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ്, ഗാർഡൻ ഉണ്ട്, ട്രീസ് ഉണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു സ്ട്രീംസ് ഉണ്ട്, ഹില്ലുണ്ട്, അങ്ങോട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് റിവർ ആൽഫ്. പിന്നെ നമ്മുടെ ഡീപ്പായിട്ടുള്ള ക്രിവൈസ്, അതിനെയൊക്കെ പറയുക. ഓക്കെ, ദെൻ അതിനുശേഷം ഇത്രയാണ് ഇതിനകത്തുനിന്ന് വരുന്ന പോയം എന്ന് പറയുന്നത്, പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി സോക്രട്ടീസിന്റെ ഐഡിയ ആയിട്ട് നമ്മുടെ ഈ ഒരു പോയം എങ്ങനെയാണ് ഒത്തുപോകുന്നത്? അപ്പോൾ സോക്രട്ടീസ് എങ്ങനെയാണ് പോയറ്റിനെ കാണുന്നത്? സോക്രട്ടീസ് പോയറ്റിനെ ഒരു ഹോളി ഇമേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സോക്രട്ടീസിന് പോയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹോളി തിങ് ആണ്. അതായത് പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയറ്റിന് നല്ലൊരു പോയം എഴുതണമെന്നുണ്ടെങ്കിൽ അയാൾ ഇൻസൈൻ ആയിരിക്കണം. അയാളുടെ ആ ഒരു ഇൻ്റലക്റ്റ് എന്നുള്ള പിന്നെ കാര്യം മാറ്റി വെച്ചിട്ട് എഴുതിയാൽ മാത്രമേ അയാൾക്ക് ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടത്തോളം എന്നാണ് പറയുന്നത്. അതായത് അയാൾ ഔട്ട് ഓഫ് സെൻസസ് ആയിരിക്കണം, അയാളുടെ മൈൻഡ് അയാളെ കൈവിട്ട് പോകണം, എന്നാൽ മാത്രമേ അയാൾക്ക് പോയം നല്ലപോലെ എഴുതാൻ സാധിക്കൂ എന്നാണ് സോക്രട്ടീസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയം അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇയാൾ നമ്മുടെ സാമുവൽ ടൈലർ കോൾറിഡ്ജ് ഓപ്പിയം ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സമയത്താണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സെൻസസിലല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു നല്ലൊരു ഗ്രേറ്റ് പോയം വായിക്കാൻ കിട്ടി എന്നാണ് സോക്രട്ടീസിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു പോയറ്റ് ഈ ഒരു ഔട്ട് ഓഫ് ദിസ് മൈൻഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി സെൻസസ് ആവുമ്പോൾ മാത്രമേ നല്ല പവർഫുൾ ആയിട്ട് നല്ല രീതിയിലുള്ള പോംസ് എഴുതാൻ സാധിക്കുകയുള്ളൂ. അയാളുടെ സ്വബോധത്തിൽ ഇരുന്ന് എഴുതുവാണെങ്കിൽ അയാൾ പവർലെസ് ആണെന്നാണ് നമ്മുടെ സോക്രട്ടീസ് പറയുന്നത്. അതായത് അതുപോലെ തന്നെ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഇതുപോലെ തന്നെ ആവാൻ അതായത് ഈ ഒരു ഔട്ട് ഓഫ് ഹിസ് മൈൻഡ് ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പോയറ്റ്സ് ആവാൻ സാധിക്കും എന്നാണ് നമ്മുടെ സോക്രട്ടീസ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം ഈ ഒരു പോയത്തിനകത്ത് വരുന്ന വേറെ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ പോയറ്റ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് മെസ്സഞ്ചർ ആയിട്ട് പറയാം. അതുപോലെ തന്നെ പോയറ്റിനെ നമ്മുടെ ഗ്രീക്ക് ഗോഡായിട്ടുള്ള ഇറോസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. EROS, അതായത് ഒരു പിന്നെ ഹോളി തിങ് ആണ് പോയറ്റ് എന്ന് പറയുന്നത്. പോയറ്റ് ഒരു മെസ്സഞ്ചർ ആണെന്നും അദ്ദേഹത്തിന്റെ ഈ ഒരു ഐഡിയാസ് എന്ന് പറയുന്നത് ഒരു അൺനോൺ സ്പേസിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടുന്നതെന്നും ഒക്കെയാണ് പറയുന്നത്. അതിനൊരു സോഴ്സ് ഇല്ല. അപ്പോൾ ആ ഒരു അൺനോൺ ഇൻസ്പിറേഷൻ കിട്ടുമ്പോഴാണെങ്കിൽ, ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ പോയറ്റ് എന്ന് പറയുന്നത് പൊസസ്ഡ് ആയിട്ട് മാറുകയും ആ ഒരു അൺനോൺ സോഴ്സിന്റെ ചാനലായിട്ട്, അതായത് ഒരു മെസ്സഞ്ചർ പോലെ ആരോ പറഞ്ഞത് കൊടുത്ത് എഴുതുന്നത് പോലെയാണ് പോയറ്റ്സ് പെരുമാറുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, പോയറ്റ് എന്ന് പറയുന്ന ഒരു മെസ്സഞ്ചർ ആണ്. അവർക്ക് ഈ ഒരു ഔട്ട് ഓഫ് ദെയർ സെൻസസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദെയർ മൈൻഡ് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ അവർക്ക് ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടുകയുള്ളൂ. ഈ ഡിവൈൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് വേറെ എവിടെ നിന്നോ കിട്ടുന്നൊരു സംഭവമാണ്. അതെന്ന് പറയുന്നൊരു അൺനോൺ സ്പേസിൽ നിന്ന് കിട്ടുന്നൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ഈ ഒരു അൺനോൺ സ്പേസിൽ നിന്ന് വരുന്ന ഈ ഒരു ചാനലിനെ നമ്മുടെ പോയറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു പോയം എഴുതാൻ സാധിക്കുന്നത് എന്നാണ് നമ്മുടെ സോക്രട്ടീസ് പറയുന്നത്. ഈ ചാനൽ, അതായത് ഈ അൺനോൺ സോഴ്സിൽ നിന്ന് വരുന്ന ചാനലിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം ഒരു പോയറ്റിന്, എന്നാൽ മാത്രമേ അയാൾ സക്സസ്ഫുൾ ആയി മാറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഇവിടെ കുബ്ല ഖാൻ, അതായത് നമ്മുടെ കോൾറിഡ്ജ് ചെയ്തതുപോലെ. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പോയറ്റിന് എന്ന് പറയുന്നത് അദ്ദേഹം ഇൻസ്പിറേഷൻ വഴി എഴുതുന്ന ഒരു വ്യക്തിയാണ്, അല്ലാതെ നോളജ് വെച്ചിട്ട് എഴുതുന്ന ഒരു വ്യക്തിയല്ല. അതായത് അദ്ദേഹത്തിന് ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടിയാൽ മാത്രമേ ഒരു പോയറ്റിന് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഹോമർ എന്ന് പറഞ്ഞൊരു പോയറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിന്റെ ഓൺ പോയറ്റിക് ആയിട്ടുള്ള എബിലിറ്റീസിനെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ലായിരുന്നു. അദ്ദേഹം ഇതുപോലെ ഒരു ഡ്രീമി സ്റ്റേറ്റിലാണ് എഴുതിയിരുന്നതെന്നാണ് ഇദ്ദേഹം നമ്മുടെ പോയറ്റ് പറയുന്നത്. അതായത് ഡിവൈൻലി എന്തോ പൊസസ്ഡ് ആകുമ്പോഴാണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് എന്നാണ് നമ്മുടെ സോക്രട്ടീസ് പറയുന്നത്. അതുപോലെ തന്നെ സോക്രട്ടീസ് മാഗ്നറ്റിന്റെ മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മാഗ്നറ്റ് എങ്ങനെയാണോ മറ്റേ അയണിന്റെ അടുത്തോട്ട് അട്രാക്റ്റഡ് ആയി പോകുന്നത്, അതുപോലെയാണ് ഒരു പോയറ്റിന് ഈ ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോയറ്റിന് നല്ല രീതിയിലുള്ള പോയംസ് എഴുതാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുബ്ല ഖാൻ എന്നുള്ള ഈ ഒരു പോയത്തിനകത്ത് ഇതുപോലെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് ഒരു ഡ്രീമി ആസ്പെക്റ്റ് ഉണ്ട്, മിസ്റ്ററി ഉണ്ട് ഇതിനകത്ത്, അല്ലെ? ആ ഒരു രീതിയിലാണ് എഴുതി പോകുന്നത്. യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത കുറേ ലൈൻസോ കുറേ വിഷൻസുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നത്. പോയറ്റ് എന്ന് പറയുന്നത്, മറന്നു പോകരുത്, ഒരു ഡിവൈൻ തിങ് ആണെന്നാണ് സോക്രട്ടീസ് പറയുന്നത്. അപ്പോൾ പോയറ്റ്, അതായത് ഇൻസ്പിറേഷൻ കിട്ടിയാൽ മാത്രമേ ഒരു പോയറ്റിന് നല്ല പോയം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതായത് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ് ആയാൽ മാത്രമേ ഇയാൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ.
പിന്നെ ഇപ്പോൾ പൊയട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പൊയറ്റിന് കിട്ടുന്നൊരു ഗിഫ്റ്റാണിത്, ഡിവൈൻ ഗിഫ്റ്റാണിത്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് 2 സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും ഒരു മാഡ്നസോട് കൂടി അല്ലെങ്കിൽ എന്തോ ഒരു കൈൻഡ് ഓഫ് ഡ്രീമി ആറ്റിറ്റ്യൂഡിലാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതിനുശേഷമുള്ളത് ലാസ്റ്റ് സ്റ്റാൻസക്കകത്താണ് ആ ഡിവൈൻ ഇൻസ്പിറേഷൻ ഇദ്ദേഹത്തിന് കിട്ടുന്നത്. അതിനെയാണ് മിൽക്ക് ഓഫ് പാരഡൈസ് എന്ന് ഇവിടെ പോയിട്ട് വിളിക്കുന്നത്. ഇപ്പോൾ സോക്രട്ടീസ് പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പറയുക, അതായത് എവിടെ നിന്നോ എന്തോ ഒരു സോഴ്സ് കിട്ടുകയാണ് നമ്മുടെ പോയറ്റിന്, അത് ചാനലൈസ് ചെയ്ത് ഡിവൈൻലി ഇൻസ്പയർഡ് ആകുമ്പോഴാണ് നല്ലൊരു പോയം എഴുതാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ സാമുവൽ ടൈലർ കോൾറിഡ്ജിന് ഹാപ്പൻ ചെയ്തതെന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് പറയാൻ സാധിക്കണം. അതാണ് ഇവിടെ സോക്രട്ടീസിന്റെ ഐഡിയ ആയിട്ട് ഇവിടെ കമ്പൈൻ ചെയ്ത് ഈ ഒരു ലെസന്റെ കൂടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നല്ല രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പോയംസ് ആണെന്നുണ്ടെങ്കിലും പോയത്തിനകത്തുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ മിസ്റ്റീരിയസ് എലിമെന്റ്സും ഇമേജസും എല്ലാം ഒന്ന് നോക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.